പ്രിയപ്പെട്ടവരെ, ഒരു അച്ഛനും മകനും മലയുടെ മുകളിൽ നിൽക്കുകയാണ്. അവർ രണ്ടുപേരും താഴേക്ക് നോക്കി മനോഹരമായ കാഴ്ചകളും പച്ചപ്പുകളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ കൗതുകത്തോടെ മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ദേ താഴേക്ക് നോക്കൂ, മനുഷ്യരൊക്കെ എത്ര ചെറുതാണല്ലേ. ഇതാ ഒരു ബസ് പോകുന്നത് കണ്ട, ഒരു തീപ്പെട്ടിക്കൂട് പോലെ ഉണ്ടല്ലോ അച്ഛാ. ഇങ്ങനെ കൗതുകത്തോടെ അച്ഛനോട് മകൻ പറയുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ, താഴെയുള്ളവർ നമ്മെയും ഒരു ഉറുമ്പിൻ്റെ വലിപ്പത്തിലായിരിക്കും കാണുന്നത്. അപ്പോൾ മകൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവാനാണ് അച്ഛാ? നമ്മൾ ഇത്രയും മുകളിലെത്തിയിട്ടും ഇത്രയും ഉന്നതങ്ങളിലെത്തിയിട്ടും നമ്മെ അവർ ചെറുതായി കാണുന്നത് ശരിയാണോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ, നീ ആകാശത്തേക്ക് നോക്കൂ, നക്ഷത്രങ്ങളെ കണ്ടില്ലേ? അവ എത്ര ചെറുതായിട്ടാണ് കാണുന്നത്. മോൻ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, നമ്മുടെ ഈ ഭൂമിയേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ വരെ ഉണ്ടെന്ന്. പക്ഷേ വളരെ ചെറുതായിട്ടല്ലേ നമുക്ക് അവയെ കാണാൻ പറ്റുന്നുള്ളൂ. ഈ അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണത്തിൽ നമുക്ക് ഏറെ പാഠങ്ങളുണ്ട്. മുകളിലുള്ളവർ താഴെയുള്ളവരെ ചെറുതായി കണ്ടാൽ താഴെയുള്ളവർ മുകളിലുള്ളവരെ ചെറുതായി കാണും എന്നതാണ് ആ പാഠം. ഓരോരുത്തർക്കും അവരുടേതായ നിലയും വിലയുമുണ്ട്. അത് വകവെച്ചു കൊടുക്കലാണ് അഭികാമ്യം. നാം മറ്റുള്ളവരെ ചെറുതായി കാണുമ്പോൾ അവർ നമ്മെയും ചെറുതായി കാണും. താൻ ഉന്നതനാണെന്ന് തനിക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ, മറ്റുള്ളവർക്ക് കൂടി അത് തോന്നണം. മറ്റുള്ളവർക്കത് തോന്നണമെങ്കിൽ നാം എത്ര ഉന്നതിയിലെത്തിയാലും ഞാൻ ചെറുതാണ് എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരാൾ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ അയാളുടെ ഉയരം അളക്കേണ്ടത് മലയുടെ അടിവാരം മുതൽ തൻ്റെ മുടി വരെയല്ല, തൻ്റെ കാൽപാദം മുതൽ മുടി വരെയാണ്. അത്രയേ തനിക്ക് വലിപ്പമുള്ളൂ ഏത് മലയുടെ മുകളിൽ കയറിയാലും. മലയുടെ അടിവാരം മുതൽ തൻ്റെ മുടി വരെ അളക്കുമ്പോൾ അത് തൻ്റെ അളവല്ല, തൻ്റെ ഉയരമല്ല, തൻ്റെ വലിപ്പമല്ല, അത് മലയുടെ വലിപ്പമാണ്. എത്ര ഉന്നതങ്ങളിലെത്തിയാലും നമുക്ക് നമ്മുടെ കാൽപാദം മുതൽ നമ്മുടെ തലമുടി വരെ ഉയരങ്ങളുള്ളൂ. ഇത് വകവെച്ച് കൊടുക്കാനും മനസ്സിലാക്കാനുമുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്.